പോവാണ്. ഇന്നലെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേട്ടു, കടം ഇങ്ങനെ വർദ്ധിച്ചു, 6 ലക്ഷം കോടിയാവും ഈ ഗവൺമെന്റിന്റെ കടം. അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ഈ ഡേറ്റയൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഇങ്ങനത്തെ ഒരു ചോദ്യം ഇന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ചോദിച്ചത്. സർക്കാരിന് 4ാം വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് ധനകാര്യമന്ത്രി പത്രസമ്മേളനം നടത്തിയത്. മാത്രമല്ല, സംസ്ഥാനത്തിന് ധനകാര്യ സ്ഥിതിയെക്കുറിച്ചും സംസ്ഥാനത്തിന് കിട്ടേണ്ട തുകയെക്കുറിച്ചും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടുന്ന തുകയെക്കുറിച്ചും ഇവിടെ കെ.എൻ. ബാലഗോപാൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. വളരെ സുപ്രധാനമായ കാര്യമാണ്. ധനകാര്യ സ്ഥിതിയെക്കുറിച്ച് ഒരുപാട് പൊടിപ്പും തൊങ്കലും വെച്ച് ഒരുപാട് പേർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെല്ലാത്തിനുള്ള മറുപടിയാണ് ഇന്ന് ധനകാര്യമന്ത്രി നൽകിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. റവന്യൂ ചെലവിന്റെ ഇന്ത്യയിലെ ശരാശരി റവന്യൂ ചെലവിന്റെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് 53% ആണ്. ഇത് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റുകളുടെ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനകത്ത് വന്ന കണക്കാണ്. 53% ഓഫ് ദി ആവറേജ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് മെറ്റ് ബൈ ദി റവന്യൂ ഷെയർ ഓർ റവന്യൂ ഡിവിഷൻ ഓർ ടാക്സ് ഡിവിഷൻ ഫ്രം ദി യൂണിയൻ. അത് ഇവിടുന്ന് കളക്ട് ചെയ്യുന്നതാണ്. പക്ഷേ കേരളത്തിന് ഈ വർഷം അത് 26% താഴെയാണ്. ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റിന് ആകെ അവർ ചെലവാക്കുന്ന 100 രൂപയിൽ 53 രൂപയും യൂണിയന്റെ ഭാഗമായിട്ടുകൂടി കളക്ട് ചെയ്യുന്ന ടാക്സിന്റെ വിഹിതം കിട്ടുമ്പോൾ കേരളത്തിന് 26% താഴെയുള്ളൂ ഈ വർഷം. കഴിഞ്ഞ വർഷം അത് 27 or 28 ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമുക്കൊരു 20-25% കൂടെ നമുക്ക് കിട്ടേണ്ടതാണ്. അത് കിട്ടുകയാണെങ്കിൽ 10,000-40,000 കോടി അധികം കിട്ടും. ആ കിട്ടാനുള്ള പണം മേടിച്ചെടുത്തേ പറ്റൂ. ഇവിടെ ദൗർഭാഗ്യവശാൽ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നത് ഇത് കടം മേടിക്കാൻ നിൽക്കുകയാണ്, ഭിക്ഷാപാത്രവുമായി നടക്കുകയാണ്. ഭിക്ഷാപാത്രമായിട്ടൊന്നും നടക്കുകയല്ല. നമ്മുടെ അവകാശത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് ശബ്ദം ഉയർത്തണമെന്നുള്ളത് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പത്രസമ്മേളനം വിളിച്ചത്. ഇത് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് കിട്ടാനുള്ളത് കിട്ടണ്ടേ. ഇന്ന് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. കാരണം നമ്മുടെ കിട്ടാനുള്ള അർഹമായ പണം പോലും തരാതിരിക്കുന്നതിനെതിരെ കോടതി വരെ പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇത് നമ്മുടെ കണക്കിന്റെ ഭാഗമായിട്ട് തന്നെ 26% താഴെ നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് ഇന്ത്യയുടെ ബഡ്ജറ്റ് ഇപ്രാവശ്യം അവതരിപ്പിച്ചുകൊണ്ട് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റ് ക്ലാസിന്റെ ഫസ്റ്റ് ഇൻട്രോഡക്ടറി പേജുകളിൽ പറയുന്നുണ്ട്, ഈ വർഷം 5 lakh crore rupees we are giving to the states from the union budget expenditure. If it is 5 lakh, 5 ലക്ഷം കൊടുക്കുന്നെങ്കിൽ 3% ആണെങ്കിൽ 15,000 കോടി നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടണം. നമുക്ക് 5,000 കോടി പോലും അഡീഷണൽ വന്നിട്ടില്ല. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് ആകെ ഇപ്പോൾ വീതം വെക്കുന്നുണ്ട്. അതിനകത്ത് കണക്കനുസരിച്ച് നമുക്കൊരു 75,000 കോടി കിട്ടണം. നമുക്കൊരു 35,000 കോടിക്ക് അധികം പോലും കിട്ടുന്നില്ല. അപ്പൊ കിട്ടാനുള്ളത് തരാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം നല്ലപോലെ ഉണ്ട്, ആരോഗ്യരംഗം മെച്ചപ്പെട്ടിട്ടുണ്ട്, എല്ലായിടത്തും ശുചിമുറികളുണ്ട്, നല്ല റോഡുണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്തിനാ തരുന്നത്? ഈ ഒരു സമീപനത്തിൽ വരുന്നു എന്നുള്ളത് ഇപ്പോഴും നിൽക്കുകയാണെന്നുള്ള കാര്യം പറയണം. അപ്പൊ ഇതെല്ലാം ഉള്ള ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നേരിടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പം ഞാൻ നേരത്തെ പണം കുറയ്ക്കുന്ന കാര്യം പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിന്റെ കടം അങ്ങ് പെരുകി അങ്ങ് പോവാണ്. ഇന്നലെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേട്ടു, കടം ഇങ്ങനെ വർദ്ധിച്ചു, 6 ലക്ഷം കോടിയാവും ഈ ഗവൺമെന്റിന്റെ കടം. അത് അദ്ദേഹത്തിന് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ വർഷം ഇപ്പോഴത്തെ ഒരു പ്രാഥമിക കണക്കനുസരിച്ച് കേരളത്തിന്റെ ആകെ കടം 4,22,000 കോടിയാണ്. ചിലപ്പോൾ 1-2 ചില വ്യത്യാസമൊക്കെ കാണും. 4,22,000 കോടിയാണ് ഇത്രയും കാലമുള്ള കേരളത്തിന്റെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുള്ള കടം. അത് കേരളത്തിന്റെ ആകെ GSDPയുടെ 33.9% ആണെന്നാണ് ഏകദേശം. 34 ഇല്ല. കേരളത്തിന്റെ ആകെ ഇതുവരെ അക്യൂമുലേറ്റഡ് ബോറോയിങ് ഞാൻ പറയുന്നത്, അത് കേരളത്തിന്റെ ഇതുവരെയുള്ള ഓരോ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2020-21 ഇത് വലിയ തോതിൽ വർദ്ധിച്ചത്. അന്ന് നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ട് റീസൺ ഉണ്ട്. അന്ന് വെച്ചാൽ കോവിഡ് ഒക്കെ ആയിരുന്നു. അന്ന് 38.47% ആയിരുന്നു നമ്മുടെ GSDP ആയിട്ടുള്ള കടം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കടം കൂടുതലാണ് സമയത്ത്. അത് 22-23 35.38%, 23-24 34.2%, 24-25 ഇപ്പോൾ വന്നേക്കുന്ന കണക്കനുസരിച്ച് 33.9%. പ്രിലിമിനറി ആണ്. അപ്പം 4%-ലധികം അത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ
1% 14,000 കോടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ 4 വർഷം കൊണ്ട് ഇത്രയും അത് 33.9% ആകെ കടം കുറഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ആ കടം കുറയ്ക്കാൻ നമുക്ക് പറ്റി. അതെന്ന് വെച്ചാൽ കടമെടുക്കുന്നതിനും അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കൃത്യമായ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഏകദേശം ഇരട്ടിയാവും കടം. ഇപ്പൊ കടത്തിലാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം തന്നെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ കേരളം ആകെ കടത്തിൽ കയറിക്കൊണ്ടേയിരിക്കുകയാണ്, കടം കയറിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര കടമാണ് എന്ന് അദ്ദേഹം വിഷമത്തോടുകൂടി പറയുന്നത് കണ്ടു. BJPയുടെ പ്രസിഡന്റ് മാത്രമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ഇന്നലെ പറയുന്നത് കേട്ടോ 6 ലക്ഷം കോടിയാവും. ഇപ്പൊ നമുക്ക് ഇപ്പൊ 4,22,000 കോടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വർഷം അവസാനിക്കുമ്പോൾ 5ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4,60,000-നും 65,000, 4,65,000-നും കടം പോകത്തേ ഇല്ല. വ്യക്തിപരമായി അങ്ങനെ കടം കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഒന്നും എനിക്കില്ല. കാരണം എന്താ, കേരളത്തിന്റെ ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കുമ്പം ഒരു 25-30 വർഷത്തെ കണക്ക് ഞാൻ എടുത്തു ഇപ്പൊ തന്നെ റെഡി റെഫറൻസിന് വേണ്ടി. ശ്രീ K. കരുണാകരൻ, ശ്രീ E. K. നായനാർ, ശ്രീ A. K. ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, VS, അതുപോലെ വീണ്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അതിനുശേഷം 1ാം പിണറായി സർക്കാർ, ഈ ഗവൺമെന്റുകളുടെ എല്ലാം കണക്കെടുത്ത് നോക്കുമ്പോൾ ഓരോ 5 ഇയേഴ്സിലും ഏകദേശം ഇരട്ടിയാവും കടം. 90%, 80% ഒക്കെ ആയി വർദ്ധിക്കും. അതാണ് അതിന്റെ കടത്തിന്റെ കണക്ക്. ഇപ്പൊ 2010-11 ഗവൺമെന്റിന്റെ ലാസ്റ്റില് അന്ന് ആകെ ഉണ്ടായിരുന്ന ബാധ്യത 78,673 കോടി രൂപയാണ് ആകെ കടം. 2015-16 ആയപ്പോൾ അത് 1,57,370 ആയി. 78 നിന്ന് 1,57,370 കോടി രൂപയായി. 2020-21 വീണ്ടും 5 വർഷം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കഴിഞ്ഞിട്ട് 1ാം പിണറായി സർക്കാരിന്റെ അവസാനം അത് 2,96,901 ആയി. കാരണം അപ്പൊ അന്ന് കോവിഡ് കാരണം അല്പം കടം വർദ്ധിക്കുകയും ചെയ്തു. ഈ സമയത്തെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം 100% മീൻസ് ഡബിൾ ആണ്, 100% ആണ്. കടം ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ശമ്പളവും വർദ്ധിച്ചിട്ടുണ്ട്, വരുമാനവും വർദ്ധിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം 2012-11 അവസാനിക്കുന്ന സാമ്പത്തിക വർഷം ഇവിടുത്തെ ഒരു അഡീഷണൽ സെക്രട്ടറി ശമ്പളം എടുക്കുന്നതായിരിക്കും നല്ലത്. 12,000 രൂപയാണ് സ്കെയില്. ഇപ്പൊ ആ സ്കെയില് 1,30,000 40,000. ഈ ഞാൻ ശമ്പള സ്കെയിൽ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റു കാര്യം പറഞ്ഞ് ഇങ്ങനെ എല്ലാ മേഖലയും ആ വരുമാനവും എല്ലാം വർദ്ധിക്കും. നമ്മുടെ GDP നോക്കിയാലും അതുപോലെ വർദ്ധിക്കും, GSDP നോക്കിയാലും വർദ്ധിക്കും. അപ്പൊ ഇങ്ങനെ ഈ വർധനവ് ഓരോ മേഖലയും വരുന്നതനുസരിച്ച് അപ്പൊ കടം എടുക്കുമ്പം ഈ വരുമാനം കൂടി ചേർത്തിട്ടാണ് കടത്തിന്റെ ഒരു അളവ് നോക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് 2010-11 78,673 ആയിരുന്നു. 2015-16 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാന വർഷം ആ കടം 1,57,370 കോടിയായി. പിന്നെ 1ാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ വർഷം അത് 2,96,901 കോടിയായി. ഈ കണക്കനുസരിച്ച് സാധാരണഗതിയിൽ 5 വർഷം ആകുമ്പോൾ എത്ര ആവണം നിങ്ങൾക്ക് ഗുണിച്ചു നോക്കാവുന്നതാണ്. 100% വേണ്ട, 80% എടുത്താൽ മതി. സാധാരണഗതിയിൽ അത് ഈ കടം 2,96,000 എന്ന് പറയുന്നത് 6 ലക്ഷം കോടി ആവണമല്ലോ. 5,90,000 5,80,000 കോടി ആവണമല്ലോ. കഴിഞ്ഞ 30-40 വർഷം കേരളത്തിലെ ഇന്ത്യയിലെ ശരാശരി അനുസരിച്ച് ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും അതിന് അവകാശമുണ്ടല്ലോ. പക്ഷേ 5ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4,65,000 കോടി രൂപ എടുക്കാൻ സമ്മതിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കട്ട് ചെയ്ത് കടം വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ 1,20,000 കോടി രൂപ 5 വർഷം കൊണ്ട് കേരളത്തിന് എടുക്കാവുന്ന ബോറോയിങ് ലിമിറ്റും വെട്ടിക്കുറച്ചു.